പേജ് 38 യൂണിറ്റ് 3 പണ്ഡിത ലക്ഷണം എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. അതിൽ 9 ശ്ലോകങ്ങൾ അതിലാകെ ഉള്ളത്. ഒന്നാമത് തന്നെ രാജാലക്ഷണസമ്പന്ന ത്രൈലോക്യസ്യാധിപോ ഭവേത്. അവിടെ ത്രൈസലോക്യസ്യ എന്നുണ്ട്, ആ സാ വെട്ടിയാൽ മതി കേട്ടോ. പ്രേഷ്യസ്തേ പ്രേഷിതശ്ചൈവ ധൃതരാഷ്ട്ര യുധിഷ്ഠിര എന്നാണ് ഒന്നാമത്തെ ശ്ലോകം. അതിൻ്റെ അന്വയം അർത്ഥത്തിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സഞ്ജയൻ വന്നിട്ട് പറയുന്നതാണ്, സഞ്ജയൻ അല്ല, വിദുരർ പറയുന്നതാണ്. ധൃതരാഷ്ട്ര ലക്ഷണസമ്പന്ന രാജ ത്രൈലോക്യസ്യ അധിപ ഭവേത്. ലക്ഷണസമ്പന്നനായിട്ടുള്ള ലക്ഷണങ്ങൾ തികഞ്ഞ രാജാവ് 3 ലോകത്തിൻ്റെയും അധിപനായിട്ട് തീരും. ത്രൈലോക്യസ്യ അധിപ സ്യാത്. 3 ലോകത്തിൻ്റെയും ലക്ഷണസമ്പന്നനായ രാജാവ് 3 ലോകത്തിൻ്റെയും അധിപനാവും. തയ പ്രേഷ്യ യുധിഷ്ഠിരാജ. അങ്ങയുടെ വിധേയനായിട്ടുള്ള യുധിഷ്ഠിരനെ അപ്രകാരമുള്ള രാജാവായിട്ടുള്ള അയാളും തയ പ്രേഷ്യ അങ്ങയുടെ വിധേയനുമായിട്ടുള്ള യുധിഷ്ഠിരനാവട്ടെ അങ്ങ് പ്രേഷിത അയവ വനേ പ്രേഷിത അയവ അങ്ങ് കാട്ടിലേക്ക് അങ്ങ് പറഞ്ഞയക്കുകയും ചെയ്തു. നല്ല രാജാവാണ്. ലക്ഷണസമ്പന്നനായിട്ടുള്ള രാജാവ് 3 ലോകത്തിൻ്റെയും അധിപനാവും. അങ്ങയുടെ വിധേയനായിട്ടുള്ള യുധിഷ്ഠിരനാണെങ്കിൽ അങ്ങ് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എന്നർത്ഥം. പിന്നെയോ വിപരീതതരശ്ചത്വം ഭാഗധേയേ സമ്മത അർച്ചിഷാം പ്രക്ഷയാച്ചൈവ ധർമാത്മാ ധർമ്മകോവിദ ച അപി. ധർമാത്മാവും ധർമ്മകോവിദനും ധാർമ്മികനും ധർമാചരണ കുശലനുമായിട്ട് കൂടി അങ്ങ് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവനായി. ത്വം വിപരീതതര അഭൂഹു, അല്ലെങ്കിൽ രാജാധികാരം ഇല്ലാത്തവനായി, രാജചിഹ്നരഹിത അഭൂത്, രാജാധികാരമൊന്നും ഇല്ലാത്തയാളായി. അർച്ചിഷാം പ്രക്ഷയാത് ച ഏവ. അർച്ചിസുകൾ എന്ന് പറഞ്ഞാൽ രശ്മികൾ, അർച്ചി. അപ്പം അർച്ചിഷാം പ്രക്ഷയാജൈവ, ആ നേത്ര ജ്യോതിഷികളൊന്നുമില്ല. നേത്ര ജ്യോതിഷ, അർച്ചി എന്ന് പറഞ്ഞാൽ പ്രകാശം, രശ്മി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് പ്രക്ഷയാത്, ക്ഷയം ഉണ്ടായത് കൊണ്ട്, 2 കണ്ണുമില്ലാത്തത് കൊണ്ട്, നേത്ര ജ്യോതിഷാം നാശാത് അപി, 2 കണ്ണും ഇല്ലാത്തത് കൊണ്ട്, ഭാഗധേയേ ന സമ്മത, രാജഭരണ വിഷയത്തിൽ അങ്ങ് സമ്മതനും അല്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റേ അനിയനായിട്ടുള്ള പാണ്ഡു രാജാവായത് എന്നർത്ഥം. 39 പേജിലേക്ക് വരികയാണെങ്കിൽ 3-ാമത്തെ ശ്ലോകമാണ്. 39 പേജ്. 1-ാം ശ്ലോകം പറഞ്ഞു, 2-ാം ശ്ലോകം പറഞ്ഞു, ഇനി 3-ാമത്തെ ശ്ലോകമാണ് ഇതിൽ വരുന്നത്. ആ പേജ് നോക്കിയാൽ മതി. പേജിൽ 39-ാമത്തെ പേജിൽ 1-ാമത്തെ ശ്ലോകം. ആനൃശംസ്യാത് അനുക്രോശാത് ധർമാത് സത്യാത് പരാക്രമാത് ഗുരുത്വാത് ത്വയി സംപ്രേക്ഷ്യ ബഹൂൻ ക്ലേശാൻ തിതിക്ഷതേ. ആനുശംസ്യാത് അനുക്രോശാത് ധർമാത് സത്യാത് പരാക്രമാത് ഗുരുത്വാത് ത്വയി സംപ്രേക്ഷ്യ ബഹൂൻ ക്ലേശാൻ തിതിക്ഷതേ. യുധിഷ്ഠിരന്റെ പ്രത്യേകതയൊക്കെ പറയാം. നൃശംസ്യാത്, നൃശംസൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നർത്ഥമാണ്. അപ്പം നൃശംസ്യ എന്ന് പറഞ്ഞാൽ അത് നൃശംസത എന്ന് പറഞ്ഞാൽ ദുഷ്ടനായിരിക്കുന്ന അവസ്ഥ, അത് അകാരം പറയും. നൃശംസ, ശംസിക്കുക എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ള അർത്ഥം. ആശംസ, പ്രശംസ മുതലായതൊക്കെ എന്നൊക്കെ ഉപസർഗങ്ങൾ ചേർന്നിട്ടാണ്. നൃശംസ നരന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നവൻ, ദുഷ്ടൻ എന്നർത്ഥം. അപ്പൊ ഇദ്ദേഹം അനൃശംസനാണ്.
ദുഷ്ടന്മാരെ കൊണ്ട് അല്ല, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാത്ത നല്ല ആളുകളാണ്. ആനൃശം സ്യാത്, ദുഷ്ടനല്ലാത്തത് കൊണ്ടും, അനുക്രോശാത്, അനുക്രോശം എന്ന് പറഞ്ഞാൽ അനുകമ്പ, ക്രോശിക്കുക എന്ന് പറഞ്ഞാൽ നിലവിളിക്കുകയാണ്. അനുക്രോശ എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം ഉണ്ടായതിൻ്റെ പിന്നാലെ വന്നിട്ട് അതിനെ സഹതപിക്കുക, അനുകമ്പ എന്നർത്ഥം. ധർമാത് സത്യാത് പരാക്രമ, ധർമ്മം സത്യം പരാക്രമം ഇവയൊക്കെ ഉള്ള ആളാണ്. ത്വയി ഗുരുത്വാദിച്ച, അങ്ങയിൽ ഗുരുത്വമുള്ള ആളുമാണ്. അങ്ങയിൽ അച്ഛൻ എന്നുള്ള നിലയ്ക്കുള്ള ബഹുമാനമുണ്ട്, വല്യച്ഛൻ എന്നുള്ള നിലയ്ക്ക് ബഹുമാനമുള്ള ആളായതുകൊണ്ട് ബഹുവിൻ ക്ലേശാൻ സംപ്രേക്ഷ്യ അപി, വളരെയധികം ക്ലേശങ്ങളെ കണ്ടിട്ട് പോലും അങ്ങ് ചെയ്തതായിട്ടുള്ള പല, അങ്ങയുടെ മക്കൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പല ഉപദ്രവങ്ങളും ത്വത്കൃതാഹ ബഹ്വ്യഃ പീഡാഹ ജ്ഞാത്വാ അപി എന്ന് അന്വയാർത്ഥം അവിടെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കൂടി സംപ്രേക്ഷ്യ അപി തിതിക്ഷതയെ അനേകാനി ദുഃഖാനി സഹതയെ എന്നർത്ഥം. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ഒന്നും സഹിച്ചിരിക്കുന്നു എന്നർത്ഥം. അതാ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യതേ. സഹനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും ഇങ്ങനെ സഹിക്കാം. സഹനം സർവദുഃഖാനാം, ഇത് മറ്റേ വിവേക ചൂടാമണിയിൽ ഒരു ശ്ലോകമാണ്, അത് നമുക്ക് ആവശ്യമില്ല. സഹനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും ഇങ്ങനെ സഹിക്കുക. അപ്രതീകാരപൂർവകം, അതിന് പ്രതികാരമൊന്നും ചെയ്യാണ്ടിരിക്കുക. ചിന്താവിലാപരഹിതം, ചിന്തയോ അതിനെപ്പറ്റി വിലപിക്കുകയോ ചെയ്യാതെ, അതാണ് സാ തിതിക്ഷ നിഗദ്യത, അതാണ് തിതിക്ഷ എന്ന് പറയുന്നത്. ഒക്കെ സഹനശക്തി എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് വന്നാൽ ഇത് പഠിക്കാനുള്ളതല്ല, പക്ഷെ അവിടെ കോട്ട് ചെയ്താൽ നന്നാവും. പിന്നെ ദുര്യോധനെ സൗബലേച്ച കർണേ ദുശാസനെ തഥാ ഏതേഷു ഐശ്വര്യം ആദായ കഥം ത്വം ഭൂതിമിച്ഛസി. ദുര്യോധനെ സൗബലേച്ച കർണേ, ഇതൊക്കെ സപ്തമി വ്യക്തിയാണ്. ദുര്യോധനനിലും സൗബൽ എന്ന് പറഞ്ഞാൽ സുബലദേശത്തെ രാജാവ്, ഗാന്ധാരദേശത്തെ രാജാവ്, ഗാന്ധാരിന്റെ അനിയൻ ശകുനി എന്നർത്ഥം. ശകുനിയാണ്. ദുര്യോധനനിലും ശകുനിയിലും കർണനിലും ദുശാസനനിലും അതേപോലെ ഏതേഷു ഇവരിലൊക്കെ ഐശ്വര്യം ആദായ, ഇവരിലൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട്, രാജ്യത്തിന്റെ ലക്ഷ്മിയെ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് കഥം ത്വം ഭൂതി ഇച്ഛസി, അങ്ങ് ഈ ദുഷ്ടന്മാരുടെ കയ്യിലൊക്കെ രാജ്യഭരണം കൊടുത്തിട്ട് എങ്ങനെയാണ് അങ്ങ് ഐശ്വര്യത്തെ ആഗ്രഹിക്കുക എന്നാണ്. ത്വം ദുര്യോധനെ സൗബലെ കർണേതഥാ ദുശാസനേച ഇതി ഏതേഷു ഐശ്വര്യം ആദായ ഭൂതിം കഥം ഇച്ഛസി. ഇവരൊക്കെ അങ്ങ് രാജ്യഭാരം ഏൽപ്പിച്ചാൽ പിന്നെ ഐശ്വര്യം ഇവിടുന്ന് ഉണ്ടാവുക. ലോകത്തുള്ള സകല ദുഷ്ടന്മാരായുള്ള ആളുകളാണ് ഇവർ. അപ്പൊ അതവിടെ അർത്ഥം. ഇദ്ദേഹത്തിന്റെ ഉപദേശം തന്നെയാണ്, വിതുരന്റെ ഉപദേശം തന്നെയാണ്. ആത്മജ്ഞാനം സമാരംഭ തിതിക്ഷ ധർമ്മനിത്യത യം അർത്ഥാൻ ആപകർഷന്തി സവൈ പണ്ഡിത ഉച്യതയെ. പണ്ഡിതൻ ആരാന്ന് പറയാം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചുള്ള അറിവ്, സ്വാധ്യായകൃതം ജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പറ്റിയുള്ള, ശരിയായ ആത്മാവിനെ പറ്റിയുള്ള അറിവ്. സമാരംഭ, നല്ല വൃത്തിയോടുകൂടിയുള്ള തുടക്കം, കാര്യങ്ങളുടെ സമയോചിതമായിട്ടുള്ള പരിശ്രമത്തിന്റെ ആരംഭം. തിതിക്ഷ എന്ന് പറഞ്ഞാൽ സുഖദുഃഖാദികൾ സഹിക്കാനുള്ള കഴിവ്, ശീതോഷ്ണ സുഖദുഃഖാദികളൊക്കെ സഹിക്കാനുള്ള കഴിവ്. ധർമ്മനിത്യത, ധർമ്മത്തിൽ നിത്യമുള്ള ഇരിപ്പ്. ഇത്യേതേ, ഇവയൊക്കെ തന്നെ അർത്ഥാത് യം ന ആപകർഷന്തി. അർത്ഥാൻ അല്ല, അർത്ഥാത് എന്നാണ്. യം അർത്ഥാന്നാപകർഷന്തി എന്നാണ്. അവിടെ അർത്ഥാൻ എന്നാണ് കാണിക്കുന്നത്. അപ്പം അർത്ഥാത് എന്നല്ലേ, അർത്ഥാത് പുരുഷാർത്ഥാത് യം നാപകർഷന്തി. ഇതൊക്കെ ഈ എല്ലാ മോള് പറഞ്ഞുള്ള 4-5 ആത്മജ്ഞാനം, സമാരംഭം, തിതിക്ഷ, ധർമ്മനിത്യത മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെ യാതൊരു ആളെ അർത്ഥാത്
യം ന അപകർഷന്തി, പുരുഷാർത്ഥങ്ങളിൽ നിന്ന് ആരെ പിടിച്ചു വലിക്കുന്നില്ലയോ, ന അപകർഷന്തി. കർഷിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുക, ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാവരും തൻ്റെ നേരേക്ക് ആകർഷിക്കൽ, പിടിച്ചു വലിക്കൽ. അപ്പം ന അപകർഷന്തി, അപകർഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചു വലിക്കാണ്ടിരിക്കുക, അതാണ് അപകർഷം. അപ്പം അർത്ഥാത് യം ന അപകർഷന്തി, ഈ ഗുണങ്ങളൊക്കെ തന്നെ പുരുഷാർത്ഥങ്ങളിൽ നിന്ന് യാതൊരാളെയാണോ പിടിച്ചു വലിച്ച് താഴ്ത്തക്കിടാത്തത് അയാളാണ് പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നത്. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുരുഷൻ, ഒരു മനുഷ്യന് ജീവിതത്തിൽ സാധിക്കേണ്ടതായുള്ള കാര്യങ്ങളാണ്. ധർമ്മം, കാമം, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായുള്ള കാര്യങ്ങൾ. അർത്ഥം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ധനസമ്പാദനമൊക്കെ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹ പൂർത്തീകരണം, സ്ത്രീ വിഷയം, ഒരു വീട്, വണ്ടി, വാഹനം, ഇതിലപ്പുറത്തേക്കൊന്നും പോണ്ടെന്നർത്ഥം. വല്ലാണ്ട് അത്യാഗ്രഹമൊന്നും വേണ്ട. പിന്നെ അതാണ് അവസാനത്തെ സാധനമാണ് മോക്ഷം. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരളവിൽ അനുഭവിച്ചിട്ട് അവസാനം മോക്ഷത്തിലേക്ക് പോകലാണ്. ഇതാണ് പുരുഷാർത്ഥങ്ങൾ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ ധർമ്മമാർഗത്തിൽ നിൽക്കുക, അധർമ്മ പ്രവൃത്തികളൊന്നും ചെയ്യാതെ നിൽക്കുക, അർത്ഥം ആവശ്യത്തിന് നേടുക, പിന്നെ കാമം ആവശ്യത്തിന് സാധിക്കുക. മനസ്സിലായില്ല? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ഇല്ലാണ്ടാവലാണ്. അത് ഈശ്വരനിൽ ലയിക്കലാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെയുള്ള സകല ക്ലേശത്തു നിന്നും മോചനമാണ് മോക്ഷം. അപ്പം ഇതാണ് പണ്ഡിതന്റെ ലക്ഷണം എന്ന് പറയാം. ഇനി കുറച്ച് ലേശങ്ങനെ പണ്ഡിതന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. നിഷേവതയെ പ്രശസ്താനി നിന്ദിതാനി എന്ന സേവതയെ അനാസ്തിക ശ്രദ്ധദാന ഏതത് പണ്ഡിത ലക്ഷണം. പ്രശസ്താനി നിഷേവതയെ പുരുഷ യാതൊരാൾ ലോകശാസ്ത്ര സമ്മതാനിയവ കാര്യാണി ആശ്രയന്തി. ലോകശാസ്ത്രങ്ങൾ സമ്മതിക്കുന്ന കാര്യങ്ങളൊക്കെ ആശ്രയിക്കുക. നിഷേവത എന്ന് പറഞ്ഞാൽ സേവിക്കുക, നിശേഷം സേവിക്കുകയാണ് നിഷേവതയെ. അവിടെ സേവത എന്നുള്ളത് ക്ഷയകാരം ഷാന്നായിട്ട് വരും. നിഷേവതയെ നിസേവിക്കുക എന്നതിനർത്ഥം. സേവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമേ മനസ്സിലാവും. നിഷേവതയെ പ്രശസ്താനി, പ്രശസ്തങ്ങളായുള്ള വലിയ വലിയ ലോകത്തിലുള്ള വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന കാര്യങ്ങളൊക്കെ ആശ്രയിക്കാം. നിന്ദിതാനി എന്ന സേവത, അവര് നിന്ദിച്ചിട്ടുള്ള കാര്യങ്ങൾ ആശ്രയിക്കാണ്ടിരിക്കൽ. പിന്നെ ആ നാസ്തികനല്ലാണ്ടിരിക്കുക. നാസ്തികൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനമില്ല, ലോകമില്ല, അള്ളാഹുമില്ല, പടച്ചിട്ട്. അത് നാസ്തികൻ എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വര വിഷയത്തില് ഒരു അസ്ഥി. നാസ്തികൻ എന്ന് പറഞ്ഞാൽ അസ്ഥി, ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ ഇല്ല എന്നാണ്. വെറും മനുഷ്യനും ഓൻ്റെ ശക്തിയും ഓൻ്റെ പരാക്രമം മാത്രമേ ഉള്ളൂ. അതായത് തന്നിൽ നിന്ന് അപ്പുറത്തേക്കൊരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനത്തവനെയാണ് നാസ്തികൻ എന്ന് പറയാം. ഇതങ്ങനെ ആവരുതെന്നാണ് ആ നാസ്തികനല്ലാണ്ട് ഇരിക്കണം. ശ്രദ്ധദാന, നന്നായിട്ട് ശ്രദ്ധ എല്ലാ സമയത്തും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ധാരാളം വിക്ഷേപങ്ങൾ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മളെ ആത്മാവിൽ ഇരിക്കുന്ന നമ്മളെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും ഉണ്ടാവും. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, അപ്പം തോന്നുന്ന ഒരു സിനിമ കാണാൻ പോകണം. അപ്പം നമ്മൾ അതായത് ഈ ആഗ്രഹങ്ങൾ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോവാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. വേറെ ആൾ പറയാണ് ഒരു സിനിമ നന്ന്, ആടുജീവിതം, മറ്റേ കുതിര ജീവിതമൊക്കെ നന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി നമ്മളിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ശരിക്കും ഒന്നുമില്ലാണ്ടൊരു തട്ടിക്കൂട്ടിട്ട് സാധനമാണ് ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ട്. അതാണ് ശ്രദ്ധദാന. അതായത് ശ്രദ്ധയോട് കൂട്ടിയിട്ടിരിക്കാൻ. ലോകം നമ്മളെ ചുറ്റിക്കാനായിട്ട് പല ആൾക്കാരും ഉണ്ടാവും, അതിലൊന്നും ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധദാന, ആത്മാവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനാണ് പണ്ഡിതൻ. അതാണ് പറയുന്നത്. അതാണ് പണ്ഡിതന്റെ ലക്ഷണം പറയുന്നത്. ക്രോധോ ഹർഷശ്ച ദർപ്പശ്ച ഹ്രീഹി സ്തംഭോ
മാന്യമാനിത യം അർത്ഥാന്നാപകർഷന്തി സവൈ പണ്ഡിത ഉച്യത. പണ്ഡിതന്റെ ലക്ഷണം തന്നെ വീണ്ടും പറയാണ്. ക്രോധ, ഹർഷ, ദർപ്പ, ഹ്രീ, സ്തംഭ, മാന്യമാനിതാച അർത്ഥാദയം നാപകർഷന്തി സവൈ പണ്ഡിത ഉച്യത എന്ന് പറയാണ്. ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ദർപ്പം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഹ്രീ ലജ്ജ, സ്തംഭ എന്ന് പറഞ്ഞാൽ താൻ വലിയ ഒരു സ്തംഭ എന്ന് പറഞ്ഞാൽ തൂണ് എന്നുള്ള അർത്ഥമാണ്. അപ്പം സ്തംഭ എന്നിവിടെ പ്രയോജനം താൻ വലിയ ആളാന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഔദ്ധത്യം കാണിക്കുക, ഉദ്ധതനാണ്, വലിയ ആളാന്നിങ്ങനെ കാണിക്കുക. സ്തംഭ മാന്യമാനിത, മാന്യമാനിത താൻ സ്വയം മാന്യനാണെന്ന് ഇങ്ങനെ വിചാരിക്കുക. ഇതൊക്കെ അർത്ഥാത് യം ന അപകർഷന്തി, ഈ വിചാരങ്ങളൊക്കെ തന്നെ പുരുഷാർത്ഥങ്ങളിൽ നിന്ന് ആരെയാണോ പിടിച്ച് താഴത്തേക്ക് ആക്കാത്തത് അയാളാണ് പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നത് എന്നർത്ഥം.